നമുക്ക് നമ്മുടെ ജീവിതം വലുത്. നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് കളയാ. കഥനം കഥകൾ എഴുതും പലരും, അതുപോൽ ദുരിതം പേറും ജീവിതം. കഥനം കഥകൾ എഴുതും പലരും, അതുപോൽ ദുരിതം പേറും ജീവിതം. കൺമുന്നിൽ തെളിയുന്ന ചെറുനാളം പോലും മങ്ങാതെ കാത്തിടുന്നതെങ്ങനെ? കൺമുന്നിൽ തെളിയുന്ന ചെറുനാളം പോലും മങ്ങാതെ കാത്തിടുന്നതെങ്ങനെ? ഇടനെഞ്ചിലെ തീയണയ്ക്കാൻ ആരുവരും ഇതിലേ? ഇടവഴികളിൽ ഒളിച്ചു നോക്കും വെളുത്ത ഭൂതങ്ങൾ. ഇടനെഞ്ചിലെ തീയണയ്ക്കാൻ ആരുവരും ഇതിലേ? ഇടവഴികളിൽ ഒളിച്ചു നോക്കും വെളുത്ത ഭൂതങ്ങൾ. വെളുത്ത ഭൂതങ്ങൾ, വെളുത്ത ഭൂതങ്ങൾ. വിനോദ്, ഇവിടെ മെല്ലെ വണ്ടി ഒന്ന് ഒതുക്കിക്കോ. ഇവിടെ ഇതാ ഞാൻ പറഞ്ഞ സ്ഥലം. നീ ഇവിടെ എവിടെയെങ്കിലും വണ്ടി ഒതുക്ക്. ആ വണ്ടി ഒന്ന് പോകട്ടെ, എന്നിട്ട് നിർത്തിയാൽ മതി. ഞാൻ പറയാം. പോട്ടെ പോട്ടെ. ദയവായിട്ട് വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. സ്റ്റേഷൻ വരെ ഒന്ന് പോയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ആ ആ ആ ആ ശരി, ഓക്കെ, ശരി. മമ്മേ, ഡാഡിയുടെ വല്ലതും വിവരം കിട്ടിയാ? ഇല്ല, ഞാൻ ഒന്നിനെ വിളിച്ചോട്ടെ. അവൻ്റെ വൈഫ് വിളിക്കുന്നുണ്ട്. അവർ കുറെ നേരമായിട്ട് വിളിച്ചോണ്ടിരിക്കുക. എടാ, നീ നീ വണ്ടി എവിടെയെങ്കിലും ഒതുക്ക്. എന്നിട്ട് എന്ത് പറയും? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. നീ ആദ്യം വണ്ടി എവിടെയെങ്കിലും നിർത്ത്. പ്രശ്നമാവില്ല അത്. എടുക്കണോ? വണ്ടി നിർത്ത്, ഞാൻ പറയാം. എടാ, നീ ഫോൺ എടുക്ക്. എന്നിട്ട് ഈ ഫോൺ വഴിയിൽ നിന്ന് കിട്ടിയതാ. ആരുടെ ഫോണാണെന്ന് അറിയില്ല. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാമെന്ന് പറഞ്ഞാൽ മതി. ഞാനെടുത്താൽ ശരിയാവില്ല. എൻ്റെ ശബ്ദം അവൾക്ക് മനസ്സിലോ. ഹലോ ഹലോ, ആ ക്ഷമ ചേട്ടാ, നിങ്ങളാരാ? ഇതാരാ? ക്ഷമ ചേട്ടനല്ലല്ലോ. പേടിക്കാതെ പറയ്. ഞങ്ങൾക്കിത് വരാപ്പുഴന്ന് കിട്ടിയ ഫോണാ. ഞങ്ങള് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തോളാം. പോലീസ് സ്റ്റേഷനിലോ? അതെ, പോലീസ് സ്റ്റേഷനിൽ. നിങ്ങൾ ഇവിടെ വന്ന് കളക്ട് ചെയ്താൽ മതി കേട്ടോ. എന്നാ ഓക്കെ. ആ ശരി. അല്ലെങ്കിൽ ഒരു കാര്യം മമ്മിയെ, ഡാഡിനെ കിട്ടിയാ? ഡാഡിനെ കിട്ടിയില്ല. ഡാഡറുടെ ഫോൺ വിളിച്ചപ്പോഴേ വേറൊരാളെടുത്ത ഡാഡറുടെ ഫോൺ കളഞ്ഞു കിട്ടിയതാന്ന്. ഞാൻ ചാച്ചനോട് പറയട്ടെ, നീ കിടന്നോട്ടാ. കിച്ചൂസേ, പേടിക്കണ്ട കേട്ടോ. ഡാഡി വേഗം വരാം. ഉറങ്ങിക്കോ.